വിരാട് ഭായിന്റെ ബെസ്റ്റ് മെമ്മറി പ്രാക്ടീസ് സെഷനിലാണെങ്കിൽ നല്ലൊരു അടി തിരിച്ചത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ തൊങ്ങി 2 ദിവസം നടക്കണ്ടായിരുന്നു. ആൾ വന്നിട്ട് അപ്പൊ തന്നെ ഫിസിയോനെ വിളിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ ഔട്ട് സൈഡ് ദ റോപ്പ് ആണെങ്കിൽ വിരാട് ഭായിക്ക് കേരള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞവരാണ്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് കേരള ഫുഡ് ഇഷ്ടമെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് ദുബായിൽ. അവിടുന്ന് കേരള ഫുഡ് ഓർഡർ ചെയ്തു. അവർക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു. ആ ഒരു നല്ലൊരു ഇതായിരുന്നു. നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞു. നല്ല അവര് ഏറ്റവും ചില്ലസ്റ്റ് ആൾക്കാരാണ്. AB സാറൊക്കെ ഭയങ്കര കമ്പനിയാണ്. അവർ ഫാമിലി ആണെങ്കിലും നല്ല. മാക്സി സാറ് ഇത്തവണ ഒരു ആള് അമ്പടിച്ച ബാറ്റൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് ഓട്ടോഗ്രാഫ് ചെയ്ത് ഗിഫ്റ്റായിട്ട് തന്നു. AB സാറാണെങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്കൊരു സർപ്രൈസ് വന്നാണ് ഈ വർഷം. ലൈക്ക് ഞാൻ വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ AB സാർ ലൈക്ക് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് നോക്കിയപ്പോൾ AB സാറിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഒരു 15 പ്രാവശ്യം ആളുടെ പ്രൊഫൈൽ എടുത്ത് സ്വൈപ്പ് ചെയ്ത് നോക്കിയാണ് AB സാറും വൈഫ് തന്നെ ഫോളോ ചെയ്തത്. ലൈക്ക് ആള് ടീമിലുള്ള മിക്ക പ്ലേയേഴ്സിനെ പോലും ഫോളോ ചെയ്തിട്ടില്ല. ലൈക്ക് പെട്ടെന്ന് നമുക്ക് എന്നെ ഫോളോ ചെയ്യുന്നപ്പോഴത്തേക്ക് ഞാൻ പിറ്റേ ദിവസം സാർ എന്നെ തന്നെയാണ് ഫോളോ ചെയ്ത് ചോദിച്ച് പ്രൊഫൈൽ ചെയ്ത് ഭയങ്കര അവരുടെ ഫാമിലി ആയിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ആണ് AB സാറിന്. മാക്സ് സാറാണെങ്കിലും ഭയങ്കര എപ്പോഴും ടീം പാർട്ടിയൊക്കെ വന്നു കഴിഞ്ഞാലും മാക്സ് സാർ ആരെയും ഇടത്തില്ല. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ ഒരു ഫുൾ അനാലിസിസ് ചെയ്യോ? ഇങ്ങനെ ഓക്കെ ഈ ബാറ്റ്സ്മാൻമാർക്ക് ഇതാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു അനാലിസിസ്? ഓരോ ബാറ്റ്സ്മാനും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇതിലേക്ക് ലൈക്ക് ഓപ്പണിംഗ് സ്പെല്ല് വരുന്നപ്പോൾ ദേവദത്ത് അല്ലെങ്കിൽ വിരാട് ഭായ്, AB സാർ, അങ്ങനെ മാക്സ്വെൽ സാർ അവരൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ന്യൂ ബോളിൽ കുറച്ച് ഹാർട്ട് ലെങ്സ് പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മാക്സി സാറൊക്കെ അവർ അങ്ങനെ ഒരു മിഡിൽ എൻഡ് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊരു സെമി ഓൾഡ് ബോൾ എടുത്തിട്ട് കുറച്ച് ഡെത്ത് ഓവർ മാതിരി ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബോൾസ്, കുറച്ച് വൈഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ കുറച്ച് സ്ലോവേഴ്സ്, ഷോർട്ട് ബോൾസ്, ഷോർട്ട് ബോൾസ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഓരോ ബാറ്റ്സ്മാൻ എന്താ വേണ്ടതെന്ന് ഒരു റിക്വയർമെന്റ്സ് നമ്മൾ കോച്ചസ് ആദ്യമേ ഗൈഡ് ലൈൻസ് തരും നമുക്ക്. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവർക്ക് ഇന്നതാണ് ഇപ്പോൾ ഫീഡ് ചെയ്യേണ്ടത്, ഇവർ വർക്ക് ചെയ്യുന്ന ഏരിയ ഇതാണ്. ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കും. ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഉണ്ട്, ഇതിങ്ങനെ ഒരു ട്രെയിനിങ് സൈഡ് ഉണ്ട് എന്നൊന്നും ആർക്കും അറിയുന്നില്ല അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു എൻട്രി? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? 14 വർഷമായിട്ട് പ്രൊഫഷണലി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. Under 19 ഒക്കെ എറണാകുളം ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് കളിച്ചിരുന്നു. ഞാൻ ലെഫ്റ്റ് ആം ചൈനാമാൻ ബോളറായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റഗറി കളിക്കുന്ന സമയത്താണ് ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് ഞാൻ ബോൾ എറിഞ്ഞിട്ട് ബാറ്റ്സ്മാൻ റിട്ടേൺ അടിച്ചിട്ട് എൻ്റെ കറക്റ്റ് ഒരു ഈ സ്ഥലത്ത് ബോൾ കൊണ്ടിട്ട് ബ്ലഡ് ക്ലോട്ട് മാതിരി ഫോം ചെയ്തായിരുന്നു. കുറേ 1 ഇയർ എടുത്തു. നോർമലി ഒരു ബേസിക് ഒരു ഐഡിയ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ കളി വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റ് ഫീൽഡ് ഇല്ല എന്നുള്ളൊരു പിന്നെ സാധാരണ അതാണ്. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് സെന്റ് പോൾസ് ആകുന്ന സമയത്തും നമ്മുടെ കോളേജ് ടീം പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് സമയത്താണ് ഞാൻ ഫസ്റ്റ് റോബാം സൈഡാം യൂസ് ചെയ്യുന്നത്. നമ്മുടെ സച്ചിൻ ചേട്ടനില്ല